ഹായ്, എൻ്റെ പേര് ഷീല. എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിനെ നമുക്കൊന്ന് പരിചയപ്പെടാനായിട്ടാണ്. ഇത് ജയ്പോങ് റെഡ് എന്നറിയപ്പെടുന്ന ഒരു അഗ്ലോണിമയാണ്. നല്ല റെഡ് കളർ ലീഫുള്ള ഒരു അഗ്ലോണിമയാണ് ഈ കാണുന്ന ഒരു അഗ്ലോണിമ. അപ്പോൾ ഇത് നല്ല മെച്ചോർഡ് ആയതിനു ശേഷം മാത്രമാണ് ഇത്രയും റെഡ് കളർ ഇതിന് കയറി വരുന്നത്. അതുപോലെ ചെറിയ പ്ലാന്റ് ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് ഗ്രീൻ കളർ കൂടുതലായിട്ടാണ് ഇതിൻ്റെ ലീഫിനൊക്കെ കാണുന്നത്. അതുപോലെ ഈ പ്ലാന്റ് മെച്ചോർഡായി വരുന്നതിനനുസരിച്ച് ഈ ഗ്രീൻ കളർ കുറഞ്ഞ് റെഡ് കളർ കയറി നല്ല മെച്ചോർഡായതിനു ശേഷം നല്ല റെഡ് കളറും ചെറിയ ഒരു ലൈൻ പോലെ ഗ്രീൻ കളറും കാണുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇത് അഗ്ലോണിമ ഉണ്ടായ സമയം തൊട്ടേ ഈ ഒരു പ്ലാന്റിന് നല്ല റേറ്റാണ് മാർക്കറ്റിലുള്ളത്. ഇന്നും അതിന് റേറ്റ് അങ്ങനെ തന്നെയാണ്, നല്ല റേറ്റുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ മാർക്കറ്റിങ് നല്ല ലെവലിൽ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഈ പ്ലാന്റുകളൊക്കെ നല്ല മഴയുള്ള സ്ഥലത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ വെയിലധികം കൊള്ളാതെ നോക്കണം. ഒരുപാട് വെയിലായിപ്പോയാൽ എല്ലാം പൊള്ളിപ്പോകും. അതെല്ലാ അഗ്ലോണിമകളും അതുപോലെ തന്നെയാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം, നല്ല പോട്ടിംഗ് മിക്സ് ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, വെള്ളമൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ആയി തന്നെ പോകും. പിന്നെ കുറച്ച് ഒരുപാട് പശയുള്ള മണ്ണാകാതിരുന്നാൽ മതി. കുറച്ച് മണൽ ഒക്കെ ചേർത്തിട്ട് ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി, നല്ല ചാണകപ്പൊടിയും അതുപോലെ മണലും ഒക്കെ ചേർത്ത് നല്ല പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി നട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. മഴ ആയാലും അതങ്ങനെ തന്നെ നിൽക്കും. ഞാനിപ്പോൾ കെയറിങ് ഒക്കെ വളരെ കുറവാണ് ഇതിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീട് മാറി വീട് മറ്റൊരു വീട്ടിലേക്ക് വാടകയ്ക്ക് മാറിയ സമയത്ത് ഈ ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കുറേയൊക്കെ അങ്ങനെ കെയർ കിട്ടാതെയാണ് ഇരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര കൂടെ ആയി വന്നേനെ ഈ പ്ലാന്റുകളൊക്കെ. എന്നാലെന്താ നല്ല അതിൻ്റെ തന്നെ ചെറിയ പ്ലാന്റുകളൊക്കെ ഞാൻ ഇവിടെ പൊടിപ്പിച്ച് എടുക്കുന്നുണ്ട്. അതിൻ്റെ കുഞ്ഞു പ്ലാന്റുകളൊക്കെയാണ് ഈ കാണുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സുകളൊക്കെ നടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയ തൈകൾ പിന്നെ പൊടിപ്പിച്ചെടുക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. എങ്കിലേ നമുക്ക് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ പ്ലാന്റ് നട്ടിട്ട് എന്തെങ്കിലും അതിൻ്റെ തൈയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ബിസിനസ്സിന് കച്ചവടത്തിനായിട്ടായിരുന്നാലും അപ്പോൾ ഒരു ചെറിയൊരു കോട്ടം തട്ടും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താൽ നല്ല ലാഭമുള്ള ഒരു നല്ല ലാഭത്തിൽ സെയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റാണ് അഗ്ലോണിമ പ്ലാന്റ്. അപ്പോൾ ഈ ജയ്പോങ് റെഡിൻ്റെ കുറച്ച് കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉടനെ ഇതിൻ്റെ സെയിലില്ല. അപ്പോൾ ഇത് ഒരു റെഡ് സ്റ്റാർഡസ്റ്റ് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമയാണ് ഈ കാണുന്നത്. അത് നല്ല ഒരു റേറ്റുള്ളൊരു പ്ലാന്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ തൈകളൊക്കെ പെട്ടെന്ന് എടുക്കാൻ കഴിയും. നല്ല പോട്ടിംഗ് മിക്സൊക്കെ കൊടുത്ത് അതിനെ സംരക്ഷിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഈ അഗ്ലോണിമയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.